എക്കണോമിക്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ്. എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസസ് എന്നുള്ള ഒരു ചെറിയ കാര്യം. അപ്പോൾ ഇത് മനസ്സിലാക്കുക, നമ്മൾ എക്കണോമിക്സ് കൂടുതൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട 2 ടേംസ് ആണ്. കാരണം നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. എന്താണ് ഗുഡ്സ്, എന്താണ് സർവീസസ് എന്നുള്ളത്. ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ള സാധനങ്ങൾ ആണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന പുസ്തകം ഒരു ഗുഡാണ്, നമ്മൾ ഈ പറയുന്ന ഫ്ലവർ വേസ് ഒരു ഗുഡാണ്, നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറി ഒരു ഗുഡാണ്, ക്യാമറ ഒരു ഗുഡാണ്. അങ്ങനെ ഫിസിക്കലി നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഗുഡ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താം. പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ സർവീസസ് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു സർവീസാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെ സർവീസുകളാണ് അവൈലബിൾ ആണെന്ന് നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. അപ്പോൾ ഈ 2 കൺസെപ്റ്റുകൾ, ഗുഡ്സ് എന്താണ്, സർവീസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ എക്കണോമിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം.